കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിന്റെ സഹോദരങ്ങളെല്ലാം തന്നെ ചുറ്റുമായി ഇരിക്കുന്നുണ്ട്. സുഭാഷും ഹരീഷും നികേഷും എല്ലാവരും തന്നെ വട്ടമിട്ടിരിക്കുകയായിരുന്നു. വിഷയമാവട്ടെ സുധീഷിന്റെ വിവാഹവും. ഒരു സിനിമാ കഥയെ പോലെ ത്രസിപ്പിക്കുന്നതായിരുന്നു തന്റെ വിവാഹമെന്ന് സുധീഷ് അവരോട് വിവരിച്ചു. അല്ലു അർജുന്റെ സിനിമയിലെ പോലെയായിരുന്നു കാര്യങ്ങൾ. സുധീഷ് ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി. ഒരു വശത്ത് അവളുടെ അച്ഛൻ, മറുവശത്ത് ഗുണ്ടകൾ, ഇതിനിടയിൽ ഞാനും അവളും മാത്രം. സത്യം പറഞ്ഞ ആ നിമിഷം ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തു ഭയന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെയും അവളുടെ അച്ഛൻ ഭീഷണിയുമായി എത്തി. പക്ഷേ നിധി അവൾ എന്റെ കയ്യിൽ പിടിച്ച് അച്ഛനോട് പറഞ്ഞു, ഞാൻ സുധീഷ് ചേട്ടന്റെ കൂടെ മാത്രമേ വരൂ എന്ന്. അതോടെ അവളുടെ അച്ഛനും ചേട്ടനും ആകെ ഉത്തരം മുട്ടിപ്പോയി. സുധീഷിന്റെ ഈ വിവരണം കേട്ട് സുഭാഷും നികേഷും അത്ഭുതപ്പെട്ടു. കലക്കിയടാ, നീയാണ് യഥാർത്ഥ ഹീറോ, അവർ പ്രശംസിച്ചു. എന്നാൽ ഹരീഷിന് മാത്രം എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ സംശയത്തോട് ചോദിച്ചു, സുധീഷ് ഏട്ടാ, ഇത്രയൊക്കെ നടന്നിട്ടും ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ പോലും തോന്നിയില്ലല്ലോ, അതാണ് വിശ്വസിക്കാൻ പ്രയാസം. സുധീഷ് ഒന്ന് പരുങ്ങി. അത് സമയം കിട്ടിയില്ലടാ, എല്ലാം പെട്ടെന്നായിരുന്നു, അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും കളിയാക്കലുകളും ചോദ്യങ്ങളുമായി അവനെ വട്ടം ചുറ്റിച്ചു. ഒടുവിൽ തളർച്ചയോടെ സുധീഷ് ഉറങ്ങാൻ കിടന്നു. സഹോദരങ്ങളും അവന്റെ ഒപ്പം തന്നെ കൂടി. മറ്റൊരു മുറിയിൽ നിധി ഉറങ്ങാനാവാതെ ആകെ അസ്വസ്ഥയായിരുന്നു. മുറിയിലെ വെളിച്ചം മണക്കാൻ അവൾ ഭയപ്പെട്ടു. അപരിചിതമായ വീട്, അപരിചിതമായ മനുഷ്യർ. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടുന്നത് അവൾ കേട്ടത്. ഞെട്ടലോടെ അവൾ വാതിൽ തുറന്നു. സുധീഷ്. എന്താ, എന്തിനാ വന്നത്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അല്ല, മുറിയിൽ വെളിച്ചം കണ്ടപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ, സുധീഷ് സൗമ്യമായി പറഞ്ഞു. ഒന്നും വേണ്ട, ഇയാള് പോയിക്കോളൂ, അവൾ കടുപ്പിച്ചു തന്നെ പറഞ്ഞു. സുധീഷ് പോവാൻ തുനിഞ്ഞതും അവളുടെ മുഖത്തെ ഭയം കണ്ട് വീണ്ടും തിരിഞ്ഞു നിന്നു. പേടിക്കേണ്ട, ഇതെന്റെ കുടുംബമാണ്, ഇവിടെ നിന്നും നിന്നെ ആരും ഉപദ്രവിക്കില്ല. ഇന്നലെ രാത്രി ആരും തൊടാതെ നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചില്ലേ, ധൈര്യമായി ഉറങ്ങിക്കോളൂ. സുധീഷ് പോയ ഉടനെ തന്നെ അവൾ വാതിലടച്ചു. പക്ഷേ ആ വാതിലിന് കുറ്റിയില്ലാത്തതായിരുന്നു. ഭയം അണപൊട്ടി ഒഴുകി. അവൾ ഒരു കസേര വാതിലിനോട് ചേർത്ത് വെച്ചു. അതിനു മുകളിൽ ഒരു സ്റ്റൂളും തന്റെ ബാഗുകളും എല്ലാം വെച്ച് ഒരു താൽക്കാലിക സുരക്ഷാ മതിലുണ്ടാക്കി. എന്നിട്ട് കട്ടിലിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അച്ഛന്റെ വാക്കുകൾ അവളുടെ കാതിലൂടെ മുഴങ്ങി. നീ അനുഭവിക്കും, ആ കുപ്പയിൽ കടന്ന് നീ നരകിക്കും. ആ ശാപവാക്കുകൾ അവളുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. ഇതേ സമയം ആശുപത്രിയിലെ ഐസിയുവിന് മുന്നിൽ നിധിയുടെ അമ്മ ഹേമയും സഹോദരി സാന്ദ്രയും കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു. നിധിയുടെ ഒളിച്ചോട്ടം അവളുടെ അച്ഛൻ രാജീവിനെ തളർത്തി കളഞ്ഞിരുന്നു. എന്റെ രാജീവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് ഹേമ പറഞ്ഞു കരഞ്ഞു. സ്വന്തം അച്ഛനെ കൊലക്ക് കൊടുത്തിട്ടാണല്ലോ അവൾക്ക് കാമുകന്റെ കൂടെ ജീവിക്കേണ്ടത്. സാന്ദ്ര അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മേ, ഒന്നും സംഭവിക്കില്ല, അച്ഛൻ തിരികെ വരും. അങ്ങനെ നേരം വെളുത്തു. ഗ്രാമത്തിലെ ചായക്കടയിൽ ഭാസ്കരൻ തന്റെ മകന്റെ നേരത്തെക്കുറിച്ച് വാചാലനാവുകയായിരുന്നു. സുധീഷ് ഒരു വലിയ വീട്ടിലെ കുട്ടിയെ വിവാഹം കഴിച്ചു വന്നത് അദ്ദേഹത്തിന് അഭിമാനമായിരുന്നു. കണ്ടില്ലേ, എന്റെ മോൻ കൊണ്ടുവന്ന പെണ്ണിനെ കോടീശ്വരിയാണ്, ഭാസ്കരൻ ഗംഗാധരനോട് പറഞ്ഞു. ഗംഗാധരനാവട്ടെ അസൂയയും പുച്ഛവും കലർന്നൊരു മറുപടി നൽകി. ഓ, ഇതൊക്കെ എത്ര കാലത്തേക്ക്? ആ പെണ്ണ് ഇതൊക്കെ കണ്ടിട്ട് ഓടിപ്പോവാതിരിക്കാൻ നോക്ക്. അസൂയാടാ നിനക്ക്, ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. അവൾക്ക് എന്റെ മോന് ജീവനാണ്. പണവും പ്രതാവും ഉപേക്ഷിച്ച് അവൾ വന്നത് ആ സ്നേഹം കൊണ്ടാണ്. നാട്ടുകാരുടെ പരിഹാസങ്ങളും സംശയങ്ങളെയും ഭാസ്കരൻ തന്റെ ആത്മവിശ്വാസം കൊണ്ട് തന്നെ നേരിട്ടു. തന്റെ മകൻ കൊണ്ടുവന്നത് വെറും ഒരു പെൺകുട്ടിയല്ല, മറിച്ച് വലിയൊരു ഭാഗ്യത്തെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സുധീഷിന്റെ വീട്ടിൽ നേരം പുലർന്നു. സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അന്നവിടെ ബാത്റൂം പ്രതിസന്ധി രൂപപ്പെട്ടു. വീട്ടിൽ ആകെയുള്ളത് ഒരു ബാത്റൂം. നികേഷിന് അത്യാവശ്യമായി ബാത്റൂമിലേക്ക് പോകണമായിരുന്നു. എന്നാൽ സുഭാഷ് അവനെ തടഞ്ഞു. ടാ, ആ കുട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ആദ്യം അവള് പോയിട്ട് മതി ബാക്കിയുള്ളവർ, സുഭാഷ് കർശനമായി പറഞ്ഞു. ഇതെന്ത് ന്യായം? പ്രകൃതിയുടെ വിലയെ എങ്ങനെയാ പിടിച്ചു നിർത്തുക? നികേഷ് വയറു പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ബാത്റൂം വൃത്തികേടാക്കരുത്, അവൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിനിടയിൽ സുധേഷ് തന്ത്രപൂർവ്വം തന്നെ ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു. പുറത്തിറങ്ങി അവനെ കണ്ട് മറ്റുള്ളവരെല്ലാം ദേഷ്യപ്പെട്ടു. സ്വന്തം കാര്യം സിന്താബ അല്ലേ, ഹരീഷ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അല്പസമയത്തിനു ശേഷം നിധി ഉണർന്നു. രാത്രിയിലെ ഭയം മാറി. യാഥാർത്ഥ്യത്തിലേക്ക് അവൾ കണ്ണുകൾ തുറന്നു. മുറിയിലെ സാധനങ്ങളെല്ലാം മാറ്റി. അവൾ കുളിക്കാനായി പുറത്തേക്കിറങ്ങി. അവളെ കണ്ടതും സുഭാഷും കൂട്ടരും ബഹുമാനത്തോടെ മാറി നിന്നു. നിധി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് നികേഷിന് ആശ്വാസമായത്. അവൾ കയറിക്കോട്ടെ, ഞാൻ കിണറ്റുകരയിൽ പോയി കുളിച്ചോളാം, നികേഷ് ഗതികെട്ട് പറഞ്ഞു. ബാത്റൂമിൽ കയറി നിധി കണ്ടത് മറ്റൊരു ദയനീയമായ കാഴ്ചയായിരുന്നു. വാതിലിനാണെങ്കിൽ കുറ്റിയില്ല, പകരം ഒരു കയർ, ആണയിൽ ചുറ്റിവെക്കേണ്ട ഒരു കയർ. ദുർഗന്ധം വമിക്കുന്ന സൗകര്യങ്ങളില്ലാത്ത ആ ബാത്റൂം കണ്ട് അവൾ മൂക്കുപൊത്തി. തന്റെ വലിയ വീട്ടിലെ സൗകര്യങ്ങളിൽ നിന്നും എത്രയോ ദൂരെയാണ് താൻ ഇപ്പോൾ എന്ന തിരിച്ചറിവ് അവളിലുണ്ടായി. കുളി കഴിഞ്ഞ് നിധി പുറത്തിറങ്ങി. കയ്യിൽ നനക്കാനുള്ള തുണികളുമായി അവൾ ഉമ്മറത്തേക്കെത്തി. ഇവിടെ വാഷിംഗ് മെഷീൻ എവിടെയാണ്? അവൾ ചോദിച്ചു.
ചോദ്യം കേട്ട് സുഭാഷും കൂട്ടനും പരസ്പരം നോക്കി നിന്നു. മെഷീനൊന്നുമില്ല ഏട്ടത്തി, അലക്കുകല്ലാണ് ശരണം, നികേഷ് വിളിച്ചു പറഞ്ഞു. സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ തുണികൾക്ക് അലക്കുകല്ലാണ് നല്ലത്. മെഷീനിലിട്ട തുണികളൊക്കെ കേടുവരും. സുധീഷ് തുണി നനക്കാൻ സഹായിക്കാൻ തുനിഞ്ഞു എങ്കിലും നിധി അത് നിരസിച്ചു. അവൾ തന്നെ അലക്കുകല്ലിനടുത്തേക്ക് നടന്നുപോയി. ആ കാഴ്ച കണ്ട് സുഭാഷിന് സങ്കടം തോന്നി. അവൻ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി. നിധിക്കായി ഒരു പുതിയ കപ്പ് അവൻ പ്രത്യേകം എടുത്തു വെച്ചിരുന്നു. ഡാ, ഈ പുതിയ കപ്പിൽ അവൾക്ക് ചായ കൊടുക്ക്, സുഭാഷ് സുധീഷിനെ ഏൽപ്പിച്ചു. സുധീഷ് ചായയുമായി നിധിയുടെ അടുത്തേക്ക് ചെന്നു. തുണി അലക്കി വിരിക്കുകയായിരുന്നു അവൾ. സുധീഷ് നീട്ടിയ ചായ അവൾ വാങ്ങി. തുണി അയലിൽ വിരിച്ചിടുന്നതിനിടയിൽ തന്നെ നിധി സുധീഷിനോട് ചോദിച്ചു, ഒരു ക്ലിപ്പ് ഉണ്ടാവുമോ? സുധീഷ് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു. എന്നിട്ട് തന്റെ വാച്ചിലെ സമയം നോക്കി പറഞ്ഞു, കട തുറന്നിട്ടുണ്ടാവില്ല, ഞാൻ കടയിൽ പോകുമ്പോൾ വാങ്ങിത്തരാം. റോസാപ്പൂവോ ബട്ടർഫ്ലൈയോ ഏതു തരം ക്ലിപ്പാണ് വേണ്ടത്? സുധീഷിന്റെ മറുപടി കേട്ട് നിധി അമ്പരന്ന് പോയി. അവൾ ചോദിച്ചത് തുണി ഉണങ്ങാനിടുന്ന ക്ലിപ്പായിരുന്നു. അയലിലിടുന്ന ക്ലിപ്പ്. സുധീഷ് കരുതിയതാവട്ടെ തലയിൽ വെക്കുന്ന ക്ലിപ്പും. രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവർ തമ്മിലുള്ള അന്തരവും സുധീഷിന്റെ നിഷ്കളങ്കതയും ആ മറുപടിയിൽ വ്യക്തമായിരുന്നു. സുധീഷിന്റെ മുഖത്തേക്ക് നോക്കി അന്തം വിട്ടു നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നാളെ വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാണ്. അത് ഞാനിപ്പോൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.